Hello guys, welcome to GJverse. This is me GJ. Once upon a time there lived a കള്ളൻ. Yes, ശ്രീനാഥ് ബാസി നായകനായിട്ട് പ്രതാപോത്തനും ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള സിനിമ വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ കള്ളൻ. 2014 ഇതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് സെൻസറിങ് കഴിഞ്ഞിരുന്നിട്ടുള്ളത്. 2014 റിലീസ് ചെയ്യാൻ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റി, എന്തോ തടസ്സങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെയോ കൊണ്ട് സിനിമയുടെ റിലീസ് മാറ്റി വെച്ച് ഒടുവിൽ 10 വർഷം അല്ലെങ്കിൽ 10 കൂടുതൽ വർഷങ്ങൾക്ക് ശേഷം ഒരു 11 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2025 റിലീസായിരിക്കുകയാണ് വൺസ് അപ്പോൺ എ ടൈം ദെയർ ലിവ്ഡ് എ കള്ളൻ. നമ്മുടെ ശ്രീനാഥ് ബാസി അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്മച്ചുറായിട്ടുള്ള അഭിനയവും പെർഫോമൻസസും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഡയറക്ടർ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുക, അങ്ങനെ ഒരു രീതിയാണ്. ഒരു സ്റ്റാർഡമോ ഒന്നും ഇല്ലാതെ സാധാരണ ഒരു പയ്യനെ, നമ്മളൊരു ഇപ്പോൾ എന്താ പറയുക, ചെറിയ റോള് ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് വന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ അവൻ അഭിനയിക്കുക. അതാണ് ശ്രീനാഥ് ബാസി ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് തെറ്റില്ലാത്ത രീതിയിൽ, നന്നായിട്ടൊന്നും അല്ല, തെറ്റില്ലാത്ത രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാക്കി വന്നിട്ടുള്ള കോട്ടയം നസീർ വന്നിട്ടുണ്ട്, സുധീഷ്, ടിനി ടോം, പിന്നെ മെമ്മറീസിലെ ആ വില്ലനായിട്ട് വന്ന പുള്ളി, മറ്റേ ചിരിക്കുന്ന പുള്ളി, മറിമായത്തിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം, പിന്നെ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്, ജഗതിയുടെ മകള്, അങ്ങനെ അവരൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തവരെല്ലാം അവരവരുടെ വേഷങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ശ്രീനാഥ് ബാസി തുടക്കക്കാരനായതിൻ്റെതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സിനിമയിൽ അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നും തോന്നുന്നില്ല. പിന്നെ ഏറ്റവും ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ കാലത്തിൽ എന്താ പറയുക, മരിച്ചുപോയ അതേല്ലേ പ്രതാപോത്തൻ, അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല പെർഫോമൻസ് കാണാനായിട്ട് പറ്റി. അദ്ദേഹം നമ്മുടെ ഏകദേശം പറയുകയാണെങ്കിൽ നോട്ട് ആസ് പെർഫെക്റ്റ് ആസ് ദാറ്റ്, പക്ഷെ പൂക്കാലത്തിൽ നമ്മുടെ വിജയരാഘവൻ ചെയ്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ഔസേപ്പ് എന്ന് പറഞ്ഞാണ് ക്യാരക്ടറിന്റെ പേര്. പിശുക്കനായിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ മക്കള് വിദേശത്താണ്, അപ്പോൾ അവർക്ക് വേണ്ടി പൈസ ഇങ്ങനെ സ്വരൂപിച്ച് വെച്ച് വളരെ പിശുക്കി ഒരു രംഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൗഡർ ടിന്നിൽ നിന്ന് പൗഡർ എടുത്ത് മുഖത്തിട്ടിട്ട് ബാക്കി വരുന്ന പൗഡർ ടിന്നിലേക്ക് തിരിച്ചിടാൻ നോക്കുന്ന അങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ഒരു പിശുക്കനായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പിശുക്കൊക്കെ നിറഞ്ഞ ഒരു വീട്ടിലേക്ക് ഒരു ദിവസം രാത്രി ഒരു കള്ളം വരികയാണ്. അതായത് നമ്മുടെ ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടർ. പിന്നെ അതിനെ തുടർന്ന് ആ കള്ളനെ അയാൾ പിടിച്ചു വെക്കുന്നതും പിന്നീട് അതിൻ്റെ കഥ ഡെവലപ്പ് ചെയ്ത് പോകുന്നതൊക്കെയാണ് അതിൻ്റെ തമാശകളും കാര്യങ്ങളും. ഇതിൽ കോട്ടയം നസീറാണ് അല്പമെങ്കിലും ഒരു തമാശ ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ബാക്കിയുള്ളവരുടെ തമാശകൾ അങ്ങനെ വർക്കൗട്ട് ആയിട്ടൊന്നുമില്ല. ഒരു പക്ഷേ 2014 തന്നെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആളുകളുമായിട്ട് വളരെയധികം കണക്റ്റ് ആവുകയും തമാശകളൊക്കെ വർക്കൗട്ട് ആവുകയും ചെയ്തേനെ. ഈ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് ആ തമാശകൾ ഒരുപാടൊന്നും അങ്ങനെ വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ എനിക്ക് സത്യം പറയണേ, ഞാൻ ഒറ്റയ്ക്കാണ് കണ്ടത്. പക്ഷേ ഇറ്റ്സ് എൻ ഓക്കേഷ് മൂവി. പ്രതാപോത്തൻ്റെ ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള അഭിനയം കാണാൻ പറ്റുക എന്നുള്ളതൊരു നമുക്കൊരു സന്തോഷമാണല്ലോ. കാരണം അദ്ദേഹം ആ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് വയസ്സായ ഒരാളായിട്ട് ആ ഒരു മാനേഴ്സും ഒക്കെ പിടിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ചിരിയും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രീനാഥ് ബാസിയുടെ പണ്ടത്തെ ആ ഒരു ഇമ്മച്ചുറായിട്ടുള്ള ആ ഒരു ശ്രീനാഥ് ബാസിയുടെ ഒരു ആക്ടിങ്, പിന്നെ മൊത്തത്തിൽ ആക്ടിങ് പെർഫോമൻസസ് ഒക്കെ കാണാനായിട്ട് രസമുണ്ട്. പിന്നെ കുറച്ച് പഴയ ടച്ചുള്ളൊരു സിനിമ കാണുക. കുറേ നാളായല്ലോ അത്രയും ടച്ചുള്ള ഈ ഒരു വയസ്സായവരെ ഒറ്റയ്ക്കാക്കുക, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ സബ്ജക്റ്റൊക്കെ ഉള്ളൊരു സിനിമ കാണുക. അതൊക്കെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പുറത്ത് നല്ല മഴയുണ്ട്. സോ അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഐ എം റിയലി സോറി. നമുക്ക് മഴയൊന്നും ചെയ്യാൻ പറ്റില്ല. സോ എന്തായാലും അങ്ങനെ കുറച്ച് പഴയ കാലത്തിലുള്ള ഒരു ടൈപ്പ് ഒരു സിനിമ കാണാൻ പറ്റി എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ തിയേറ്ററിൽ ആരും ഇല്ലായിരുന്നു. ഞാൻ OD2 എക്സിക്യൂട്ടീവിലാണ് ഇരുന്ന് കണ്ടത്, ഏരീസ് ഫ്ലെക്സ്. സോ ആ OD2 എക്സിക്യൂട്ടീവിൽ ആരും ഇല്ലായിരുന്നു. ഇനി മേളിൽ ആളുണ്ടായിരുന്നോ അറിയില്ല, ഗോൾഡിൽ ആളുണ്ടായിരുന്നോ അറിയില്ല. എക്സിക്യൂട്ടീവിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റയ്ക്കായിരുന്നു. സോ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് പ്രൊമോഷനൊക്കെ കൊടുത്ത് ഒരു പഴയ സിനിമ അല്ലെങ്കിൽ ഒരു അന്ന് റിലീസാവാതെ പോയൊരു സിനിമ ഇന്ന് എങ്ങനെ ഇരിക്കും, ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ പ്രൊമോഷനൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ വന്നേനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് റിവ്യൂ ചോദിച്ചു. കാരണം ഞാൻ മാത്രമേ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് റിവ്യൂ ചോദിച്ചു കുറേ പേരൊക്കെ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുന്ന പോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ഈ ചാനലിലേ ഉള്ളൂ. സോ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ പാട്ടുകളൊക്കെ പഴമയുടെ ടച്ചുള്ള പാട്ടുകളാണ്. നമ്മളിപ്പം കേൾക്കുന്ന ടൈപ്പ് പാട്ടുകളൊന്നുമല്ല, പഴമയുടെ ടച്ചുള്ള, എന്നാൽ ഒരു റാപ്പ് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. ശ്രീനാഥ് ബാസി തന്നെ പാടിയത്, അതും രസമുണ്ട് കേൾക്കാനായിട്ടൊക്കെ. സോ ഇതൊക്കെയാണ് ആ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ വൺസ് അപ്പോൺ എ ടൈം ദെയർ ലിവ്ഡ് എ കള്ളൻ എന്ന സിനിമയ്ക്ക് പേരിടേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കള്ളനായിട്ട് വരുന്ന ആ ഒരു എലമെന്റ്സ് തുടക്കത്തിലും അവസാനത്തിലും ഇത്തിരി നേരം മാത്രമേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഔസേപ്പിൻ്റെ സ്റ്റോറിയാണ് സിനിമയുടെ ആ ഒരു ബേസ്. സോ ഈ വൺസ് അപ്പോൺ എ ടൈം അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സിനിമ കണക്റ്റ് ആവില്ല. നമുക്ക് എന്താ അത് അങ്ങനെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഈ ഔസേപ്പിൻ്റെ കഥ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോറിക്ക് പേരിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇറ്റ്സ് ജസ്റ്റ് എ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ പറഞ്ഞതെല്ലാം പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. സോ ഇതാണ് എനിക്ക് സിനിമയിൽ നിന്ന് തോന്നിയ അഭിപ്രായം.
പിന്നെ ഇത് ഞാൻ റേറ്റ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇത് 2014 ഇറങ്ങേണ്ടിയിരുന്ന സിനിമയാണ്. അപ്പം അന്ന് എനിക്ക് ഈ റേറ്റിംഗ് സിസ്റ്റമോ അതിനെക്കുറിച്ചൊന്നും അറിവില്ല. സോ ആ ഒരു സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ കമ്പയർ ചെയ്ത് റേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ടത്തെ ഈ പത്മനാഭൻ്റെയും ഭരതൻ്റെയും സിനിമകളൊന്നും ഇപ്പോൾ ഇരുന്ന് നമുക്ക് റേറ്റ് ചെയ്യാനുള്ള അർഹത നമുക്കില്ല. കാരണം അത് അന്നത്തെ സിനിമകളാണ്, അന്ന് ഇറങ്ങിയിരുന്ന സിനിമകളാണ്. സോ ഇത് അന്ന് ഇറങ്ങേണ്ടിയിരുന്ന ഒരു സിനിമയാണ്. സോ അന്നത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ റേറ്റ് ചെയ്യട്ടെ. എനിക്കിത് കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ഒരു ഫാമിലി മൂവിയായിട്ട് തോന്നി. ഇറ്റ്സ് നോട്ട് ഭയങ്കര രസമുള്ള സിനിമയൊന്നുമല്ല, പക്ഷേ ഇറ്റ്സ് എൻ ഓക്കെ മൂവി എന്നാണ് എനിക്ക് തോന്നിയത്. പ്രതാപ് പോത്തൻ്റെയൊക്കെ നല്ല അഭിനയങ്ങൾ കാണാം, അങ്ങനത്തെ പെർഫോമൻസൊക്കെ കാണാൻ ആഗ്രഹമുള്ളൊരു തിയേറ്ററിൽ പോയി കണ്ടുവെക്കുക. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. എന്നാലും ഇപ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJVers എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജെ സൈനിങ് ഓഫ്. ബൈ.